Konnichiwa minasan, welcome back to another video. The beginning of the Indian season 6 ന്റെ എപ്പിസോഡ് 1 ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. സീസൺ 6 ഒഫീഷ്യലി റിലീസായിട്ടുണ്ട്. പക്ഷേ പഴയതുപോലെ കുറേ അധികം ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. ഇതൊരു വീക്ക്ലി മാൻഹോ സീരീസ് ആണ്. അതായത് എല്ലാ ആഴ്ചയിലും ഒരു ചാപ്റ്റർ മാത്രമേ റിലീസാകത്തുള്ളൂ. ആ ഒരു ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ചാപ്റ്ററിന്റെ കണ്ടന്റ് കൂട്ടണം. ചാപ്റ്ററിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വലിയ വീഡിയോ ചെയ്യാൻ പറ്റും. അത് കുറവാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും വരാൻ പോകുന്നത്. അതെന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. പിന്നെ സീസൺ 6 കാണുന്നതിന് മുമ്പ് 5ഉം 4ഉം 3 എല്ലാം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞ ദി ബിഗിനിങ് ഓഫ് ദിന്റെ ആ ഒരു ആനിമി സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ എക്സ്പ്ലനേഷൻ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മിസ്സാകുന്നതല്ല. ഒരു നല്ലൊരു ബിഗിനിങ് ഓഫ് ദിന്റെ മാൻഹോ എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തെ ഒരു റീക്യാപ്പ് നോക്കാനാണെങ്കിൽ ആർത്തറായിട്ട് ഒരു വൈറ്റ് കോറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിൽവയ്ക്കും അവളുടെ ഹ്യൂമനോട് ഫോം കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സിൽവയുടെ മേത്തായിട്ട് ആലക്രയുടെ ലീഡറായുള്ള അഗ്രോണ പൊസസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആർത്തർ പറയും ചെയ്യും, സിൽവിനെ അഗ്രോണ പൊസസ് ചെയ്തിരിക്കുന്നു, അതും ആലക്രയുടെ ലീഡർ. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തർ തന്റെ വിൻഡ് മാജിക് യൂസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡോർ അടയ്ക്കുകയും ചെയ്യും. സിൽവിക്ക് എന്താണ് പറ്റിയത്? അവൾ സേഫ് ആണോ? ആ, സിൽവി നല്ലൊരു പേരാണല്ലോ. ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് ഒരു ഹാംലെസ് ഉള്ള സ്പെല്ല് യൂസ് ചെയ്താണ്. അത് അവൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവളുടെ എഗ്ഗിൽ ഞാൻ ഇംപ്ലാന്റ് ചെയ്തതാണ്. അതുകൊണ്ട് അവളിപ്പോൾ സേഫായിട്ട് ഉറങ്ങുകയാണ്. നീ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത സെക്കൻഡിൽ തന്നെ ആർത്തർ തന്റെ എർത്ത് എലമെന്റ് യൂസ് ചെയ്ത് അവിടെ 2 ചെയർ ക്രിയേറ്റ് ചെയ്യും. ഓ, നിന്റെ ഹോസ്പിറ്റാലിറ്റിക്ക് ശരിക്കും താങ്ക്സ്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നന്നായി. നീ എന്നെ കൊല്ലാൻ നോക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ വീണ്ടും കുളവാകത്തുള്ളായിരുന്നു. കൊല്ലാനോ? നീ എൻ്റെ പ്രഷ്യസ് ഉള്ള ബോണ്ടിനാണ് പ്രോസസ് ചെയ്തിരിക്കുന്നത്. ഇതല്ലേ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്. ആ, അത് ശരിയാണ്. പക്ഷേ ഈ ബോഡി യൂസ് ചെയ്ത് എനിക്ക് മാനാർട്സ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള പല കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ട്. എന്തായാലും നിന്നെ എൻ്റെ കൂട്ടി കിട്ടിയ നന്നായി. നിന്റെ ലീഡേഴ്സിന്റെ ആറിനെ വായ്പ ചാടേണ്ടി വന്നില്ലല്ലോ. അല്ലെങ്കിൽ നീ നാലിച്ചൊക്കെ അവരുടെ റിയാക്ഷൻ. അവരുടെ ഏറ്റവും വലിയ എനിമി ഈ കോണ്ടിനെന്റിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആൻഡ് സെക്യൂർ ഉള്ള പ്ലേസിൽ അകത്ത് വന്നിരിക്കുന്നു. അവരുടെ ആ റിയാക്ഷൻ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത്തെ റീസണോ? രണ്ടാമത്തെ റീസണോ? അത് നീയാണ്. ഈ കോണ്ടിനെന്റിൽ എനിക്ക് ആരോടെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. ആലക്രയുടെ ലീഡർ ഒരു റോക്ക് ആശ്വരക്ക് എൻ്റെ മേൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നോ? പക്ഷേ എന്താണ് കാര്യമെങ്കിലും അതെന്തായാലും നല്ലൊരു കാര്യമാകത്തില്ല. നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഞാനെന്തായാലും നിന്നെ വലിച്ച് താഴ്ത്തിടാനൊന്നും പോകുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ അതാണ് എൻ്റെ ടേസ്റ്റ്, എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു ഫോമിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് വിട്ടേക്ക്. നീ ഞാൻ വിചാരിച്ചാലും നന്നോട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് കൊള്ളാം. അപ്പം നീ എന്താണ് വിചാരിച്ചത്? ഞാനൊരു വലിയൊരു ഡിക്റ്റേറ്റർ ആയിരിക്കുന്നോ? സിൽക്ക് ഉടുപ്പും ബാക്കിയുള്ള കാര്യങ്ങളും ഈ ലോകം തന്നെ എന്നെയാണെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും? അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു വെച്ചത്. മോശം പറയാൻ പറ്റത്തില്ല, ഏകദേശം പകുതി ശരിയാണ്. പക്ഷേ എൻ്റെ ആൾക്കാരോട് എനിക്കൊരു അടുപ്പമുണ്ട്. ഞാൻ ആലക്രയിലുള്ള നിന്നെപ്പോലുള്ള ലെസേഴ്സിൻ്റെ കൂടെ കുറേയധികം ജനറേഷൻ ഉണ്ടായിരുന്നു. അവരാട്ടെ ശരിക്കും മാറുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ എത്തിക്സ് ഒക്കെ എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് ഈ പബ്ലിക് എക്സിക്യൂഷനൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എന്നാൽ ഇന്നോ അത് പേടിപ്പെടുത്തുന്ന പലതുമായി മാറിയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ഡീൽ ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു. ഈ ലെസറിൻ്റെ രീതിയിൽ തന്നെ റെഡിയാക്കണ്ടേ. അവരുടെ റൈറ്റും റോങ്ങും ഒക്കെ നോക്കി. അപ്പം നിന്റെ റൈറ്റും റോങ്ങും എന്താണ്? നീ എത്ര പേരാണ് കൊന്നൊടുക്കിയെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതുകൊള്ളാം. അപ്പം ഞാൻ കൊന്നൊടുക്കിയതാണ് പ്രശ്നം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ജാഗ്രതയുടെ ശവത്തിനെ നീയൊക്കെ ഒരു ട്രോഫി പോലെയല്ലേ ഇവിടെ പ്രദർശിപ്പിച്ചത്? നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇവിടെ വലിയ മാറ്റമില്ല. ഇവൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ ആലക്ര ഒരു വേസ്റ്റ് ലാൻഡ് അല്ല. അല്ല, നീ ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ ഞാൻ എന്തിനാണ് ഈ ലെസേഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതെന്ന്? എനിക്കറിയാം. എപ്പിയോത്തിസിൽ നിന്ന് നിന്നെ കിക്ക് ചെയ്തതിന് ശേഷം നീ എന്തായാലും അവിടെ പോയി അവിടെ ബ്രീഡിങ്ങും ബാക്കിയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമല്ലേ? വലിയ കള്ളങ്ങളുടെ പകുതിയൊക്കെ ശരിയാണ് കേട്ടോ. കിസസും ലാക്കിയൊന്നും ഞാൻ എന്തിനാണ് അത് ചെയ്തതെന്ന് നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ. ആ ടൈമിലാണ് പെട്ടെന്ന് അവളത് ശ്രദ്ധിക്കുന്നത്. നിനക്ക് ആശ്വാസനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയൊരു ആർമിക്ക് വേണ്ടിയല്ലേ? അവളാട്ടെ അത് പോയി തുറന്ന് നോക്കുകയും ചെയ്യും. അതാട്ടെ യൂട്ടയുടെ ആ ഒരു ഹോണാണ്. അപ്പം അതാണല്ലേ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് അവളത് വലിച്ചു തന്നിട്ട് പറയുകയും ചെയ്യും. പക്ഷേ ആർത്തർ, നിനക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ കുലത്തിന് തന്നെ ഞാൻ ജെനോസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണെന്ന്? നീ എന്ത് റീസൺ തന്നാലും നീ ഇപ്പം ചെയ്യുന്ന കാര്യത്തിന് ഒരിക്കലും അത് ജസ്റ്റിഫൈ ചെയ്യത്തില്ല. ഞാനിത് എക്സ്പെക്ട് ചെയ്യണമായിരുന്നു. ആ കിസസിൻ്റെ സെയിം മൈൻഡ് സെറ്റാണ് നിനക്കുള്ളത്. ഒരു കാര്യം ചേർത്തർ, നീ ഇങ്ങനെ നാലിച്ച് നോക്ക്. നീ ഒരു കോണ്ടിനെന്റിൽ മാജിക് ഒന്നും ഇല്ലാതെ ജനിച്ചിട്ടുണ്ടെങ്കിലോ നിന്റെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയി മാറത്തില്ലേ? നീ ഇപ്പോൾ കാണുന്ന റോയൽ ഫാമിലീസൊക്കെ നിനക്കറിയാൻ സാധിക്കുമോ? അവരൊന്ന് കണ്ണോടിച്ചെങ്കിലും നിന്നെ നോക്കുവോ?
നീ കാണുന്ന ഈ സൈറസും ബാക്കിയുള്ളതൊക്കെ നിനക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈ മാജിക് ഇല്ലെങ്കിൽ നിനക്ക് എവിടെയെങ്കിലും എത്താൻ സാധിക്കുമോ? ഈ സൈറസിന്റെ പടിയെങ്കിലും നിനക്ക് ചവിട്ടാൻ സാധിക്കുമോ? അപ്പോൾ നിനക്ക് എങ്ങനെ ഉണ്ടായിരിക്കും? ബാലിസിലൊക്കെ എന്ന് പറയുന്നത് ഒരു നൊട്ടോറിയസ് ഉള്ള റേസ് തന്നെയായിരുന്നു അവരുടെ ഇടയിൽ. പക്ഷേ നീ ഒന്ന് ആലോചിച്ചൊക്കെ, സ്വന്തം കൂട്ടത്തിലുള്ളവർ തന്നെ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ല, ഞങ്ങൾക്ക് ടാലന്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നിന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ലോഡ് ഇന്ദ്രജിത്ത് ഉണ്ടല്ലോ, അങ്ങനെ ശ്വാസം എടുക്കാൻ പോലും ഞങ്ങളുടെ ഡയറക്ഷനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഹിപ്പോത്തറ്റിക്കൽ റിലേഷൻ നീയോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നീ പറഞ്ഞു വരുന്നത്. എങ്കിലും നീ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ആൾക്കാരുടെ ജീവൻ വെച്ച് നീ കളിക്കുന്നതുണ്ടല്ലോ, അതൊരിക്കലും നല്ലതല്ല. എൻ്റെ പൊന്നാർത്തറെ, നീ നടക്കുമ്പോൾ ചവിട്ടിക്കൊല്ലുന്ന ഉറുമ്പിനെ പറ്റി ആലോചിച്ച് നീ വിഷമിക്കാറുണ്ടോ? ഇത് റാഷണലുള്ള കോൺവെർസേഷൻ ആണെന്നല്ലേ നീ ആദ്യം പറഞ്ഞത്. എന്തെങ്കിലും ആകട്ടെ, പക്ഷേ ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് ആലക്കരയ്ക്ക് ഇതൊരു ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് കംപ്ലീറ്റ്ലി ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവരിപ്പോൾ എന്നെ വർഷിപ്പ് ചെയ്യും. പക്ഷേ പേടിയുണ്ടോ റെഫറൻസ് കൊണ്ടോ അല്ല, പകരം ഞാൻ അവരുടെ രക്ഷകനായതുകൊണ്ട്. അപ്പോൾ നീ ടോർച്ചർ ചെയ്ത ആൾക്കാരുടെ മെമ്മറീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ വൈപ്പ് ഔട്ട് ചെയ്തോ? അവരുടെ ആൻസിസ്റ്റേഴ്സും ബാക്കിയുള്ളവരൊക്കെയാ? എനിക്കുറപ്പാണ് എൻ്റെ ടെസ്റ്റ് സബ്ജക്റ്റൊക്കെ ഇപ്പോൾ എന്തായാലും എന്നോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. കാര്യം അവൻ്റെയും അവളുടെ ഫ്യൂച്ചർ ജനറേഷൻ ഇപ്പം നന്നായിട്ടല്ലേ ജീവിക്കുന്നത്. ഈ നാറി അവൻ എന്താണോ ശരിയെന്ന് വിചാരിക്കുന്നത് അത് തന്നെയാണ് അവൻ വിശ്വസിക്കുന്നതും. എങ്കിൽ പറ, നീ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് അവിടെ അച്ചീവ് ചെയ്തത്? ആലക്കരയിലെ പീപ്പിൾസ് എന്താണ് അവിടെ അച്ചീവ് ചെയ്തത്? അതോ ആർത്തർ, ഈ കോണ്ടിനെന്റിലെ ഡിക്കത്തനിലെ നമ്പർ ഓഫ് നോൺ മേജസ് എത്രയെന്നറിയാവോ? അത് 100-1. നിനക്ക് ആലക്കരയുടെ എണ്ണത്തിനെ പറ്റി ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? അത് 5-1. 5-1? അതെങ്ങനെ? അപ്പോൾ നീ ഇൻട്രസ്റ്റഡ് ആണ്. നിന്റെ ഗോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കേട്ടിട്ട് എന്തായാലും നിനക്ക് വട്ട് പിടിച്ച പോലെയുണ്ട്. സത്യമാണ്, വട്ടിനെ ശരിക്കും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ നിന്റെ കൂടെ കൂടണമെന്നാണോ? അതോ എൻ്റെ സഹായം നിനക്ക് വേണമെന്നാണോ? എൻ്റെ കൂടെ കൂടണമെന്നോ? എൻ്റെ പൊന്നോ, നിനക്ക് സത്യം പറഞ്ഞാൽ ആൻസേഴ്സ് ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലേ? എനിക്ക് നിനക്ക് വേണ്ടി പലതും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ പാരൻസിനെ വോൾ വെച്ച് അറ്റാക്ക് ചെയ്യപ്പെട്ടത്? പക്ഷേ അവരുടെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടായില്ല. അത് ഞാൻ കാരണമാണ്. പക്ഷേ നിന്റെ ഇവിടെയുള്ള രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ എന്നതാണ് പറയുന്നത് നിനക്കറിയാവുന്നതല്ലേ? അതേപോലെ തന്നെ നിന്റെ കൂട്ടത്തിലുള്ള ഫ്യൂൽ ആശ്വാസം ഉണ്ടല്ലോ, ആൽഡിയറും വിസ്റ്റവും, ഇവരെല്ലാവരും കൂടെ എൻ്റെ ക്യാസ്റ്റിലേക്ക് ഒന്ന് നുഴഞ്ഞു കയറാൻ നോക്കിയിരുന്നു. അതിനർത്ഥം നിങ്ങളുടെ ട്രീറ്റ് ബ്രോക്കൺ ചെയ്യുന്നതാണോ? ഒരിക്കലുമല്ല. എനിക്കെന്തായാലും അതിലൊരു താല്പര്യമില്ല. അതേപോലെ തന്നെ എപ്പിയത്തേസിനും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഡീല് വെച്ചു. ഡീലോ? എന്ത്? ആർത്തർ, ആശ്വാസമൊന്നും ഇനി നിങ്ങളുടെ ഈ യുദ്ധത്തിനെ സഹായിക്കാനായിട്ട് പോകുന്നില്ല. അവരെല്ലാവരും, ഇവൻ വിസ്റ്റവും ആൽഡിയറും എല്ലാവരും തന്നെ നിങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. നീ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നായിരിക്കും നീ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം നീ എൻ്റെ സൈഡിലേക്ക് വരണമെന്നല്ല, പകരം ഈ യുദ്ധത്തിൽ നിന്ന് നീ തന്നെ പിന്മാറണം. എനിക്കറിയാം ഈ യുദ്ധത്തിൽ പലരും മരിക്കുന്നുണ്ട്, സിവിലിയൻസിനൊക്കെ ഡെത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. നീ തന്നെ ആലോചിച്ചോക്ക്, എത്ര തവണയാണ് മരണം മുന്നിൽ കണ്ടോണ് നീ തിരിച്ചു വന്നതെന്ന്. അതും വേണ്ട, ഇനി നീ ആലോചിച്ചേ ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള പെർസെൻറ്റേജ് എത്രയാണെന്ന്. അല്ല, ഇനി യുദ്ധം കഴിഞ്ഞാൽ കൂടിയും നിന്റെ ഫാമിലിയും നിന്റെ ഫ്രണ്ട്സും നീ സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് ആലക്കരയിലേക്ക് വരാം, റെഫ്യൂജി തേടാം, ഹൈഡ് ചെയ്യാം. പക്ഷേ ഒരിക്കലും എൻ്റെ ആർമിയുടെ എതിരെ ഒരു ഓപ്പോണൻ്റായിട്ട് നീ വരാൻ പാടില്ല. അത് നീ ഗ്യാരണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നീ സ്നേഹിക്കുന്നവരും നീ ഇഷ്ടപ്പെടുന്നവരുടെ ശരീരത്ത് ഒരു തുള്ളി മണ്ണ് പോലും വീഴത്തില്ല. എന്തായാലും സിൽവി ഇപ്പോൾ എഴുന്നേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്തായാലും ഇപ്പോൾ പറയണമെന്നില്ല, നീ പതുക്കെ ആലോചിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും സ്പെല്ല് ഇവിടെ ലീവ് ചെയ്തേക്കാം. അതുകൊണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉത്തരം പറയാനും പറ്റും. പിന്നെ ഒരു അഡ്വൈസ് ഉണ്ട്, എത്രയും പെട്ടെന്നായ അത്രയും നല്ലത്. ഈ യുദ്ധം അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനായിട്ട് പോകുവാണ്. അതെന്തായാലും നമ്മുടെ രണ്ട് സൈഡിനെയും അത്ര നല്ലതായിരിക്കത്തില്ല. ഈ സമയത്ത് ആർത്തറിന് എന്ത് പറയണമെന്നറിയാമല്ലായിരുന്നു. എന്നിട്ട് അവൻ ആ ഒരു കാര്യം ചോദിക്കും, അല്ല നീ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ കോണ്ടിനെൻറ്റിൽ നിനക്ക് ആകെപ്പാട് ഇൻട്രസ്റ്റ് ഉള്ളത് ഞാനാണെന്ന്. പക്ഷെ അതിൻ്റെ റീസൺ മാത്രം നീ പറഞ്ഞില്ലല്ലോ. അതാണോ? അതിനെപ്പറ്റി പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ വലുതായിട്ടൊന്നും മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. സോ നിൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടായിട്ട് ഞാൻ നന്നായിട്ട് സംസാരിച്ചു, അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കിങ് ഗ്രേ. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചത്. ഗൈസ്, കിങ് ഗ്രേയുടെ ഒരു ഓൾഡ് ഫ്രണ്ടോ, അതെന്താണെന്ന് അറിയണമെങ്കിൽ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ കാത്തിരുന്നതിനെ വായിക്കണം. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, അതൊരു കിടുക്കൻ ട്വിസ്റ്റ് തന്നെയാണ്. അറിയുന്നവർ ആരും സ്പോയിൽ ചെയ്തേക്കല്ലേ, ബാക്കിയുള്ളവർ എന്തായാലും എൻജോയ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇനി എല്ലാ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ദി ബിഗിനിങ് ഓഫ് ദി ഇന്ത്യ എപ്പിസോഡ് ഞാൻ ഉറപ്പായിട്ട് റിലീസാക്കുന്നതായിരിക്കും. അത് മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.